ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കുമെന്ന് മാത്രമല്ല, ഇവരെ എല്ലാവരെയും, അത് മോഷ്ടിക്കാൻ നിന്ന എല്ലാവരെയും, ആ മോഷണം നടത്തിയ എല്ലാവരെയും അകത്താക്കിയിരിക്കും. അതിലൊരു സംശയവും ആ കാര്യത്തിലില്ല. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഈ ജനവിരുദ്ധത എല്ലാം മറികടക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ CPM-ൻ്റെ നേതാവ് പത്മകുമാർ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ദിവസം ആ വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടാതിരിക്കാനായിരിക്കാം ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത്. കാരണം ഒരു കേസ് എങ്ങനെ ശാസ്ത്രീയമായി ഇല്ലാതാക്കാൻ, അതോ ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികളുടെ അവർക്ക് മുറിവേറ്റ ഈ കേസ് പോലും CPM-ൻ്റെ നേതാക്കന്മാരുടെ പങ്ക് പുറത്തു വരാതിരിക്കാൻ വേണ്ടി തേച്ച് മാച്ച് കളയാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. തന്ത്രിക്കെതിരെ കൊണ്ടുവന്ന ഒരു കഥയുണ്ടല്ലോ, ആ കഥ കോടതി എടുത്തു കളഞ്ഞതോടെ ഈ കേസേ ഇല്ലാതായി. ഇനി എങ്ങനെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്? ഇവർ ബിൽഡപ്പ് ചെയ്ത ഒരു കഥ, തന്ത്രിയുടെ പങ്കും തന്ത്രിന് ഇത് കൊടുത്തു എന്നൊക്കെയാണ്. അതിലൊരു തെളിവിൻ്റെ ഒരു കണിക പോലുമില്ല എന്ന് കോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇനി ആ കേസ് പോകുന്നത്? ആ കേസ് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ രീതിയിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കുമെന്ന് മാത്രമല്ല, ഇവരെ എല്ലാവരെയും, അത് മോഷ്ടിക്കാൻ നിന്ന എല്ലാവരെയും, ആ മോഷണം നടത്തിയ എല്ലാവരെയും അകത്താക്കിയിരിക്കും. അതിലൊരു സംശയവും ആ കാര്യത്തിലില്ല. കഴിഞ്ഞ ദിവസം തന്ത്രി ഇഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിനെതിരെയാണ് തന്ത്രി നൽകിയിരിക്കുന്ന മൊഴികളെല്ലാം. ഇതെല്ലാവർക്കും അറിയാമല്ലോ, അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താ നടന്നതെന്നുള്ളത്. അതിനെ യുക്തിപരമായി, അല്ലെങ്കിൽ ഏതൊരു ഗവൺമെൻറ് ചെയ്യേണ്ടി അവർക്ക് പങ്കില്ലെങ്കിൽ അത് സത്യസന്ധമായി അന്വേഷിച്ചുകൊണ്ട് ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനല്ലേ ശ്രമിക്കുന്നത്. തുടക്കം മുതലേ ഹൈക്കോടതി നിരീക്ഷണത്തിലായിരുന്നു SIT എങ്കിലും അതിൽ പിന്നീട് കൂട്ടിച്ചേർക്കലുകൾ കൊണ്ടുവന്ന് ഗവൺമെൻറ് കൂട്ടിച്ചേർക്കലുകൾ കൊണ്ടുവരികയും എങ്ങനെ ഓരോ ഘട്ടം കഴിയും തോറും അത് ദുർബലപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ ED വന്നത് പിണറായിയെ സഹായിക്കാനാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ED വന്നു. എല്ലാം നിർണായകമായ പിണറായി വിജയൻ എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നോ അന്നൊക്കെ ED വന്നിട്ടുണ്ട്. അതിന് സമാനമായ നിലയിൽ വെള്ളപൂശാൻ വേണ്ടി തന്നെയാണ് വന്നതെന്നുള്ള ഒരു സംശയവും ആ കാര്യത്തിലില്ല.